ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവബന്ധുവിനെ കൊന്നത് അമ്മ തന്നെയാണ് എന്നാണ് വാർത്ത വരുന്നത്. 2025 ജനുവരി 30 കേരളത്തിൽ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടായത്. ബാലരാമപുരത്ത് ദേവബന്ധു എന്ന 2 വയസ്സുകാരിയെ ആ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഹരികുമാർ കിണറ്റില് വലിച്ചെറിഞ്ഞ് കുട്ടിയെ കൊന്നു എന്നായിരുന്നു ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ആ സംഭവത്തോടനുബന്ധിച്ച് ആ കുട്ടിയുടെ അമ്മ ശ്രീതു അവർ പറഞ്ഞ മൊഴി അന്ന് പോലീസ് വിശ്വസിച്ചു. അവരൊരു 10 ലക്ഷം രൂപ ഒരാളിൽ നിന്ന് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ദേവസ്വം ബോർഡിൽ ഒരു ഡ്രൈവർ ജോലി ഇവർ സംഘടിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ പറ്റിച്ചെന്നൊരു കേസ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ കുട്ടിയുടെ പ്രശ്നം വരുന്നത്. കുട്ടിയെ കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് ഈ അമ്മ ശ്രീതു പോലീസ് വെളുപ്പിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൊച്ചിനെ കാണാനില്ല. പോലീസ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞു, കൺട്രോൾ റൂമിലൊക്കെ അലർട്ട് ചെയ്തു. കുട്ടിയെ കാണാതെ പോയി. അമ്മയാണ് പറയുന്നത്. ആ മൊഴി വിശ്വസിച്ചു പോലീസുമാർ. ബാലരാമപുരം പോലീസ് ഉടനെ സ്ഥലത്ത് വന്നു, നാട്ടുകാർ കൂടി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് രാത്രിയിൽ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന ആരും കണ്ടിട്ടില്ല. അതിനകത്ത് ഉണർന്നത് പല ആൾക്കാരും ഉണ്ടായിരുന്നു. ബാലരാമപുരം ടൗണിൽ തന്നെയാണ്. കുട്ടിയെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അറിയാം, കാണാം. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പോലീസ് കണ്ടെത്തി. ശ്രീതുവിൻ്റെയും സഹോദരൻ, ആ വീട്ടിൽ താമസ സഹോദരൻ്റെയും ശ്രീതുവിൻ്റെ അമ്മയുടെയും ഒക്കെ മൊഴി വളരെ കോൺട്രഡിക്ടറി ആയി, അവിശ്വസനീയമായിട്ടൊക്കെ പോലീസിന് തോന്നി. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ശ്രീതുവിൻ്റെ സഹോദരൻ കിടന്ന മുറിയിൽ രാവിലെ ആ മുറിക്കകത്ത് തീ കത്തി. അതെങ്ങനെ വന്ന് തന്നെ കത്തിച്ചതായിരിക്കാം, അല്ലാതെ അവിടെ മണ്ണെണ്ണ ഒഴിച്ചതിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. ആ മുറിക്കകത്ത് തീ വെളുപ്പാൻ കാലത്ത് കത്തി. എന്തായാലും സഹോദരന് അല്പസ്വല്പം മാനസിക പ്രശ്നം ഉള്ള പോലെ തോന്നിയിരുന്നു അന്ന്. സഹോദരനെ ആണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് എന്ന് പോലീസ് കണ്ടെത്തി. സഹോദരൻ കുറ്റം സമ്മതിച്ചു. വെളുപ്പിന് 2-2:30-3 മണിക്കാണ് ആ കൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കിയത്. അതേസമയത്ത് ശ്രീതുവിൻ്റെ ഒരു മൊഴി വന്നു. വെളുപ്പിനെ 5 മണിക്ക് ശേഷം 5-5:30 ഇവർ ബാത്റൂമിൽ പോകാൻ നേരത്ത് കൊച്ചുറങ്ങി കിടക്കുകയായിരുന്നു. കൂടെ കിടക്കുകയായിരുന്നു കൊച്ച്. കൊച്ചിൻ്റെ ഒരു കരച്ചിൽ കേട്ടു ഇവർ ബാത്റൂമിൽ ഇരുന്നപ്പം. അപ്പോൾ അവരുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞ് കൊച്ചിനെ ഒന്ന് നോക്കണമെന്ന്. അങ്ങനെയൊക്കെയുള്ള മൊഴികളൊക്കെ അന്ന് കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പം വരുന്ന വാർത്തകൾ അമ്മ തന്നെയാണ് കുട്ടിയെ കിണറ്റിൽ വലിച്ചെറിഞ്ഞത്. അമ്മയും സഹോദരൻ അല്ലെങ്കിൽ കൊച്ചിൻ്റെ അമ്മാവൻ, അമ്മയും കൊച്ചിൻ്റെ അമ്മാവനും ശ്രീതുവിൻ്റെ ഇളയ സഹോദരൻ ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റിയില്ല പോലീസിന് തുടക്കത്തിൽ. പക്ഷേ അവരുടെ ഫോൺ കോളുകളും വാട്സാപ്പ് പരിശോധിച്ചപ്പോൾ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം വഴിവിട്ട ബന്ധമാണ്. അങ്ങനെയുള്ള സംസാര രീതികളാണ് അതിനകത്ത് കാണുന്നത്. കൊച്ച് അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് ഒരു തടസ്സമാകുന്നത് കൊണ്ട് ആ സഹോദരൻ ഹരികുമാർ കുട്ടിയെ കിണറ്റിലെടുത്തെറിഞ്ഞു എന്ന് പറയുന്നു. കാരണം അവര് രാത്രിയിൽ സഹോദരിയെ വിളിച്ചിട്ടുണ്ട് ആ മുറിയിലോട്ട് വരാൻ. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും പോലീസ് മനസ്സിലാക്കി. എന്തായാലും സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം അവിശുദ്ധ ബന്ധമായിരുന്നു. സഹോദരനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. പോലീസിന് ഇതിനകത്ത് അവരുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് സംശയം ഉണ്ടായിരുന്നു. ഏതായാലും സഹോദരനെ നുണപരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വിസമ്മതിച്ചു. ശ്രീതുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അവരും വിസമ്മതിച്ചു. പോലീസ് എന്തായാലും ഇവരുടെ ഇൻവോൾവ്മെന്റ് അമ്മ തന്നെയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. ആ സമയത്ത് ആ ആസ്പെക്റ്റിൽ ഹരികുമാറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തപ്പം ഹരികുമാർ പറഞ്ഞു അമ്മ തന്നെയാണ് കിണറ്റിലെറിഞ്ഞത്, അവർ തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് സമ്മതിച്ചു. നമ്മുടെ സഹോദര ബന്ധത്തിൽ
ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ല. ഇവിടെ ശ്രീധുവിൻ്റെ ഇളയ സഹോദരനുമായിട്ടുള്ള ബന്ധം അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ. ഏതായാലും പോലീസ് സഹോദരനെ 302 കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു. കുട്ടിയുടെ ഡെഡ് ബോഡി കിണറ്റിൽ നിന്ന് എടുത്തു, അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തു, വെള്ളം കുടിച്ച് കുട്ടി മരിച്ചു. സഹോദരനെ അറസ്റ്റ് ചെയ്തു. കുറ്റചാർജ് തയ്യാറാക്കാനായിട്ടൊക്കെ ഏകദേശമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്തത്, സഹോദരി തന്നെയാണ്. അവൻ്റെ കൺഫെഷൻ വന്നു. സഹോദരിയെ പോലീസ് അന്വേഷിച്ചു. സഹോദരി ആ കാലഘട്ടത്തിൽ സഹോദരനെ 302 പെടുത്തിയപ്പോൾ 10 ലക്ഷം രൂപ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ ഒരാളെ പറ്റിച്ചതിന് സഹോദരിയെ അറസ്റ്റ് ചെയ്തു. ശ്രീധുവിനെ അതിൽ റിമാൻഡ് ചെയ്തു. അവർ പൂജപ്പുര ജയിലിൽ കിടക്കുന്ന സമയത്ത് ജയിലിൽ കിടന്ന 2 മോഷ്ടാക്കള് 2 സ്ത്രീകൾ മോഷണം നടത്തുന്നവരായിട്ട് പരിചയപ്പെട്ടു. ഒരു സെല്ലിൽ കിടക്കുകയാണ്. അവർ ജാമ്യത്തിൽ പോയി. അവരുടെ കെയർ ഓഫിൽ ശ്രീധു ജാമ്യത്തിലിറങ്ങി. കാരണം ചീറ്റിങ് മാത്രമേ ഉള്ളൂ, 420 മാത്രമേ ഉള്ളൂ. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ശ്രീധു അവരോടൊപ്പം പോയി പാലക്കാട്ട്. ബാലരാം പോലീസ് അന്വേഷിച്ചപ്പോൾ സ്ഥലത്തില്ല. ആ വീട് പൂട്ടിക്കിടക്കുന്നു. സഹോദരൻ ജയിലിലാണ്. ജാമ്യത്തിൽ ഇറക്കാൻ ആളില്ല. ശ്രീധു ഇപ്പം പാലക്കാട്ടാണെന്ന് മനസ്സിലായി. മോഷണം നടത്തുന്ന 2 സ്ത്രീകളുടെ ഒപ്പം അവർ താമസമാണ്. അതിൻ്റെ വിവരങ്ങളൊന്നും ഡീറ്റെയിൽസ് അറിഞ്ഞില്ല. എന്തായാലും ബാലരാമപുരം പോലീസ് വ്യാഴാഴ്ച പാലക്കാട്ടെത്തി. അവരെ അറസ്റ്റ് ചെയ്തു. 302 അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ഒരു സംഭവം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം കുഞ്ഞു കൊച്ച് 2 വയസ്സുള്ള അതെന്ത് കുറ്റം ചെയ്ത് എന്ത് പാപം ചെയ്തിട്ടാണ് അതിനെ കിണറ്റിലേക്ക് നിർദാക്ഷിണ്യം ജീവനോടെ ബെഡിൽ നിന്ന് എടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞു. കുട്ടി വെള്ളം കുടിച്ചു മരിച്ചു. അത് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. ആ കുട്ടിയെ കൊല്ലാതെ എവിടെയെങ്കിലും അവർക്ക് വേണ്ടെങ്കിൽ എവിടെയെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിൽ സർക്കാർ എടുത്തതിനെ എന്തുമാല സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ട്. എന്തായാലും ഇപ്പം ശ്രീധുവിനെ 302 അറസ്റ്റ് ചെയ്തു. കൊലക്കേസിൽ തന്നെ. ആ കൊലക്കേസിനകത്ത് 2 പേരും പങ്കാളികളാണ്. അതിനകത്ത് ഹരികുമാർ പറയുന്ന സഹോദരി തന്നെയാണ് എറിഞ്ഞത് എന്ന് പറയുന്നു. എന്തായാലും 2 പേരും അതിനകത്ത് ജോയിന്റ് കൾപ്രിറ്റ് തന്നെ. കൊലപാതകത്തിന് 2 പേരും ഉത്തരവാദികളാണ്. കുട്ടിയെ കൊന്നു. അത് മർഡറാണ്. എന്തായാലും ഈ ഒരു അറസ്റ്റോടുകൂടി ബാലരാമപുരം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അവർ കുറ്റച്ചാർജ് കൊടുക്കും. ഇനി 2 പേര് ട്രയൽ ഉണ്ടാവും. അവിടെ ഈ കേസ് നടക്കുന്ന സമയത്ത് ശ്രീധു അവര് ചില പഴയകാല ആൾക്കാരൊക്കെ ചെയ്യുന്ന ചില അന്ധവിശ്വാസത്തിലൊക്കെ പോയിരുന്നു എന്നും അങ്ങനെ ചില കർമ്മങ്ങളൊക്കെ ആ വഴി അവർ ചെയ്തുകൊണ്ടിരുന്നു എന്നും അതിനവരെ സഹായിച്ചുകൊണ്ടിരുന്നത് അവരെ എയർപോർട്ടിനടുത്തുള്ള ഒരു ജ്യോതിഷനാണ്. അയാളെ കൊണ്ട് ചോദ്യം ചെയ്തൊക്കെ ചരിത്രം നമുക്കറിയാം. ഏതായാലും അന്ധവിശ്വാസത്തിൽ ആയിരുന്നു. അതിനുള്ള ക്രിയകളും മറ്റും ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇതുപോലെയുള്ള ചില ബന്ധങ്ങളും വന്നു ആ കുട്ടിയെ കൊല്ലാനിടയായതെന്നാണ് നമ്മളൊക്കെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നത്. ഏതായാലും കേരളത്തിലെ വിദ്യാഭ്യാസമുള്ളവരും പഠിപ്പുള്ളവരും വിവരമുള്ളവരൊക്കെ പലരും അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നത്, മന്ത്രവാദത്തിൻ്റെ പുറകെ പോകുന്നതൊക്കെ സർവ്വസാധാരണമായി വന്നിരിക്കുന്നു. അക്കൂടെ അന്ധവിശ്വാസിയായ മന്ത്രവാദത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ശ്രീധു എന്ന സ്ത്രീയെ അവരാണ് അവരുടെ നേരത്തെ ഭർത്താവ് ഉണ്ടായിരുന്നു, അയാളും ആ വീട്ടിൽ അന്ന് രാത്രി വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയെ കൊന്നുകളഞ്ഞത്. അതേ സമയത്ത് അവർക്ക് സഹോദരനുമായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത.